ഈസി സംസ്കൃത് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം 4ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2023 ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തത്തിൽ 5 പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ 4 പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. ഒന്നാമത്തെ പ്രവർത്തനമാണ് ചിത്രാനുസാരം കോഷ്ടകാത് ഉചിതം പദം ചിത്വാ റിക്തസ്ഥാനാനി പൂരയതു. ചിത്രത്തിനനുസരിച്ച് ബ്രാക്കറ്റിൽ നിന്നും ഉചിത പദം വിട്ടുപോയ ഭാഗത്ത് എഴുതുക. ഇവിടെ എല്ലാം ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങൾക്ക് നേരെ ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് എടുത്തെഴുതാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഇതിലായിട്ട് അശോകസ്തംഭത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുള്ളത്. ഈ തന്നിട്ടുള്ള ബ്രാക്കറ്റിൽ നിന്നും ഏതാണ് അശോകസ്തംഭ എന്നുള്ള ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് വായിക്കാം. കമലം, വ്യാഘ്രഃ, ആമ്രം, അശോകസ്തംഭഃ, മയൂരഃ. അശോകസ്തംഭഃ എന്ന ഓപ്ഷൻ ബ്രാക്കറ്റിലെ 4ാമത്തെ ഓപ്ഷനാണ്. രണ്ടാമത്തത് ഭാരതസ്യ ദേശീയ പുഷ്പം ഏതാണ്? താമരയുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ താമരയ്ക്ക് കമലം എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഓപ്ഷനാണ് കമലം. മൂന്നാമത്തേത് ഭാരതസ്യ ദേശീയ പശു. ശരിയായ ഉത്തരം ബ്രാക്കറ്റിലെ 2ാമത്തെ ഓപ്ഷനാണ്. ഭാരതസ്യ ദേശീയ പശു വ്യാഘ്രഃ. 4ാമത്തേത് ഭാരതസ്യ ദേശീയ ഫലം. മാങ്ങയ്ക്ക് എന്താണ് പറയുക? ആമ്രം. ബ്രാക്കറ്റിലെ 3ാമത്തെ ഓപ്ഷനാണ് ആമ്രം. 5ാമതായി ഭാരതസ്യ ദേശീയ പക്ഷി. ഉത്തരം മയൂരഃ എന്നാണ്. ബ്രാക്കറ്റിലെ ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് മയൂരഃ. രണ്ടാമത്തെ പ്രവർത്തനം കോഷ്ടകാത് ഉചിതം കവിതാഭാഗം ചിത്വാ കവിതാം പൂരയതു. ഉദാഹരണമനുസരിച്ച് ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ കവിതാഭാഗം സ്വീകരിച്ച് കവിത പൂരിപ്പിക്കുക. ബ്രാക്കറ്റിലായിട്ട് ചരണാം, നമാമി, പൂർണ്ണാം, വസനാം, വികസിത, പവനാം എന്നിങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സാഗരലാളിത ചരണാം, പാവന ജലദതി പൂർണ്ണാം, വികസിത മോഹന നളിനീം, നമാമി കേരള ജനനീം. സസ്യശ്യാമള വസനാം, മലയജ ശീതള പവനാം, ബുധജനപൂജിതധരണീം, നമാമി മാമക ജനനീം. മൂന്നാമത്തെ പ്രവർത്തനം ഉദാഹരണാനുസാരം ഭോജ്യവസ്തൂനാം ഖാദ്യം പേയം ഇതി വിഭാഗം കരോതു. ഉദാഹരണമനുസരിച്ച് ഭക്ഷണപദാർത്ഥങ്ങളെ ഖാദ്യപേയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക. ഖാദ്യം എന്നാൽ കഴിക്കുന്നവ, പേയം എന്ന് പറയുമ്പോൾ കുടിക്കുന്ന ആഹാര സാധനങ്ങൾ. ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് തക്രം, അപൂപഃ, ജലം, ക്ഷീരം, റൊട്ടിക, ഓദനം, പായസം. ഇതിൽ റൊട്ടിക എന്നതും ഓദനം എന്നതും ഖാദ്യം എന്നതിലാണ് ഉൾപ്പെടുന്നത്. പേയം എന്നതിൽ തക്രം, ജലം, ക്ഷീരം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായിട്ട് 4ാമത്തെ പ്രവർത്തനമാണ് യഥോചിതം രേഖയാ യോജയതോ. ഉചിതമായി വരച്ച് യോജിപ്പിക്കുക. ഇവിടെ കുറച്ച് ചിത്രങ്ങളും അവയുടെ ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. ശരിയായ ചിത്രത്തിന് ശരിയായ ഓപ്ഷൻ വരച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത് ഓണം എന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ക്രിസ്തുമസ്. മൂന്നാമത്തെ ഓപ്ഷൻ റംസാൻ.
നാലാമത്തെ ഓപ്ഷനാണ് ഹോളി. അഞ്ചാമത്തേത് ദീപാവലി. അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. കോഷ്ടകാത് ഉചിതം പദം ചിത്വ വാക്യാനി പൂരയതു. ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ പദം എടുത്ത് വാക്യങ്ങൾ എഴുതുക. ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഭാരതം, ദീപാവലി, അപൂപഃ, കേരളീയാനാം, അനാവൃതം തുടങ്ങിയവയാണ് ഓപ്ഷൻസ്. ഫസ്റ്റത്തെ ചോദ്യമാണ് കാർത്തിക മാസേ ഡാഷ് ആഘുഷ്യത്തെ. ശരിയായ ഉത്തരം കാർത്തിക മാസേ ദീപാവലി ആഘുഷ്യത്തെ. രണ്ടാമത്തെ ചോദ്യം അസ്മാകം രാഷ്ട്രം ഭവതി ഡാഷ്. അവിടെ ശരിയായ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഭാരതം എന്നാണ്. മൂന്നാമത്തെ ചോദ്യം ഭക്ഷണവിശേഷഃ ഭവതി ഡാഷ്. ശരിയായ ഉത്തരം അപൂപഃ. നാലാമത്തേത് ഡാഷ് ഭക്ഷണം ന ഭക്ഷയേത്. ശരിയായ ഉത്തരം അനാവൃതം ഭക്ഷണം ന ഭക്ഷയേത് എന്നാണ്. അഞ്ചാമത്തേത് ഓണം ഡാഷ് ദേശീയോത്സവഃ ഭവതി. ശരിയായ ഉത്തരം ഓണം കേരളീയാനാം ദേശീയ ഉത്സവഃ ഭവതി.